പേര് പ്രവീൺ. ഒരു 2 മാസം മുമ്പ് ഒരു ചെറിയൊരു കോൾഡ് പോലെ വന്നു. അത് പിന്നീട് ഒരു ചെറിയ കഫായി. കഫ് ഇങ്ങനെ ഒരു 2 മാസത്തോളം ഇങ്ങനെ നീണ്ടു നിന്നു. ഇടയിലേക്ക് നന്നായിട്ട് നല്ല ചുമയുണ്ടായിരുന്നു. ഈ കഫം ഇങ്ങനെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചുമ ഇങ്ങനെ വന്ന് ഏതാണ്ടൊരു 10 ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയപ്പോഴാണ് അതൊരു ശ്വാസം മുട്ടലായിട്ട് മാറിയത്. നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റീസ് കാര്യമായിട്ട് വന്നു. നടക്കാൻ ബുദ്ധിമുട്ട്, പടികൾ കയറാൻ ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ അല്പം നേരം സംസാരിക്കുമ്പോൾ തന്നെ അല്പം തുടർച്ചയായി സംസാരിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നത് ബ്രേക്കാകാണ്. അത്രയ്ക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നു. അങ്ങനെ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്ന സമയത്താണ്, ആ സമയത്ത് ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചെന്നൈയിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടു. അവിടെ ഒരു HRCT എടുത്തപ്പോഴാണ് അതിൽ ചെറിയൊരു കൊളാപ്സ്, ലങ്സിലൊരു കൊളാപ്സ് ഉള്ളതായിട്ട് കണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മൾ അമൃതയിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഡോക്ടർ ടിങ്കു ജോസഫിനെ കാണുന്നത്. ടിങ്കു ജോസഫിൻ്റെ OPയിൽ വന്ന് കാണുന്നു. അദ്ദേഹം തൊട്ടടുത്ത ദിവസം ഒരു ബ്രോങ്കോസ്കോപ്പി ചെയ്യിക്കുന്നു. ആ ബ്രോങ്കോസ്കോപ്പിയിൽ ഒരു ചെറിയൊരു ബ്ലോക്ക് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനടുത്ത ദിവസം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അഡ്മിറ്റ് ആവുന്നു. ആ പ്രൊസീജിയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ പ്രൊസീജിയറിന് ശേഷം ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു നോർമൽ ലൈഫ് അനുഭവിക്കുന്ന അതേ ഒരു കംഫർട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യുന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഇപ്പം ഫീൽ ചെയ്യുന്നില്ല. വളരെ ലങ്സൊക്കെ നല്ല കപ്പാസിറ്റി തന്നെ വർക്ക് ചെയ്യുന്ന രീതി നമുക്ക് ഫീൽ ചെയ്യുന്നു. പിന്നീട് ആ ബ്രോങ്കോസ്കോപ്പി ചെയ്ത സമയത്ത് ഒരു ചെറിയ ട്യൂമറിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിരുന്നു. അപ്പോൾ അത് ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം അതൊരു ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഫോർച്യുനേറ്റ്ലി അതിൻ്റെ റിസൾട്ട് വന്നു. അതൊരു ബിനീൻ ട്യൂമറാണ്, അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്.